ഡൽഹിയിലെ കർഷക സമരത്തിൽ കർഷകരും സർക്കാരും രമ്യമായ ഒത്തുതീർപ്പിൽ എത്തണമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. വിവരങ്ങളുമായി ബി ബാലഗോപാലുണ്ട്. ബാലു, എന്താണ് കോടതി പറയുന്നത്? വളരെ നിർണായകമായ നിരീക്ഷണമാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രണ്ട് ഹർജികളായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, കർഷക സംഘടനകൾ നൽകിയിരുന്ന ഹർജി, അതായത് തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ തടയുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷക സംഘടനകൾ നൽകിയ ഹർജിയും, അതുപോലെ തന്നെ കർഷക സംഘടനകൾക്കെതിരായ ഈ മാർച്ച് നടത്തുന്ന കർഷക സംഘടനകൾക്കെതിരായ ഹർജിയുമായിരുന്നു കോടതിയുടെ പരിഗണനയിൽ ഇന്ന് ഉണ്ടായിരുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ട് ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും പഞ്ചാബ് അതുപോലെ തന്നെ ഹരിയാന ഡൽഹി സർക്കാരുകൾക്കും ഇന്ന് നോട്ടീസ് അയക്കുകയും ചെയ്തു. പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സർക്കാരും കർഷക സംഘടനകളും തയ്യാറാകണമെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇതിനു പുറമെ വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ സമരം ചെയ്യുന്ന കർഷകർ അവർ ഇന്ത്യൻ പൗരന്മാരാണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല എന്നും അവർക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള അവകാശമുണ്ട് എന്നും കോടതി വാക്കാൽ നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും കോടതി ഈ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന വിഷയം ഉണ്ടാകുകയാണെങ്കിൽ അതിലിടപെടാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരുകളോടും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതിയുടെ ഈ നിർദ്ദേശത്തിന്, അതായത് കോടതിയുടെ നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും പഞ്ചാബ് സർക്കാരും അതുപോലെ തന്നെ ഹരിയാന സർക്കാരും ഈ സമരവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നിലപാട് ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ വൈകാതെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.